പ്രതിസന്ധികളെ നോക്കി കർത്താവിൽ നിന്ന് കണ്ണു പറച്ച് ഒരു ദൈവവേദൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അവനിൽ നിറയുന്നത് ഭയമാണ്. പത്രോസ് കർത്താവിൽ നിന്ന് കണ്ണു പറച്ച് പ്രശ്നത്തിലേക്ക് നോക്കിയവിടെ ആ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, വല്ലാത്ത ഭയം നിറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാ, കർത്താവ് ഒത്തിരി അകലത്ത് നിൽക്കുക. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കർത്താവാണ്. മുങ്ങി താഴുന്നു എന്ന് കണ്ടപ്പോ പത്രോസ് കർത്താവിന്റെ കര പിടിച്ചു. പത്രോസ് ഒറ്റ പ്രാർത്ഥന നടത്തിയുള്ളൂ അവിടെ. സിമ്പിൾ പ്രയർ. വലിയ ലിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡോട് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ ഒറ്റ നിലവിളി. ആ നിലവിളി കേട്ട പാടെ കർത്താവ് പത്രോസിന്റെ കരം പിടിച്ചു എന്ന് പറഞ്ഞാൽ അത്ര അകലത്തിൽ ഉണ്ടായിരുന്ന കർത്താവ് മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ അവന്റെ കരം പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മുങ്ങി താഴാൻ അവൻ അനുവദിക്കില്ല എന്നർത്ഥം. എത്ര അകലങ്ങളിലാണ് കർത്താവെങ്കിലും നമ്മളൊരു പ്രശ്നത്തിൽ മുങ്ങി താഴാൻ തുടങ്ങുമ്പോൾ കർത്താവ് തന്റെ സഹായ ഹസ്തം നമുക്കായി നീട്ടും. പിടിക്കാൻ തയ്യാറായാൽ മതി. രക്ഷപ്പെടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിന്റെ കരം പിടിക്കാൻ തയ്യാറായാൽ മതി. രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവൻ തന്റെ കരം നീട്ടി നമുക്ക് തരുന്നുണ്ട്. അത് പിടിച്ചാൽ മതി. സകല വഴികളും അന്വേഷിച്ച് നട്ടം തിരിഞ്ഞ് ഒരു രക്ഷയില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ചിലർ കർത്താവിനെ പിടിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്നത്. അതുവരെ ദൈവത്തെ വിളിക്കില്ല. കർത്താവിനെ വിളിക്കുന്ന മാത്രമേ കർത്താവ് തന്റെ സഹായ ഹസ്തം നമുക്കായി നീട്ടുന്നുണ്ട്. ഇത് സുവിശേഷത്തിന്റെ ഏറ്റവും ശക്തമായ പാഠമാണ്.